കൂടെ ആരാ ഉള്ളേ? ഇവന്റെ അനിയനാരാ? ബാടാ. ഇവന്റെ അമ്മയാരാ? ഈ കമ്മലിട്ട മോന്റെ അമ്മ. ബാബാ, അമ്മ ഓടി വാ. ഭയോ കമ്മല എന്നെ നോക്കി നിൽക്കും മോനെ. എടി മോളെ, ഒരു വലിയ പ്രശ്നത്തിലാണ് നീ വന്ന് നിൽക്കുന്നേ. സത്യല്ലേ? എന്നോട് തമ്പുരാൻ പറയുക, നിന്റെ കുഞ്ഞുങ്ങളെ, നിനക്ക് ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവത്തില്ല. എന്നോട് കർത്താവ് പറയുക, നിന്റെ മകൻ ഇന്ന് മാറും. ഈ പ്രാർത്ഥനയിൽ തമ്പുരാൻ അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളേ. നീ താമസിക്കുന്ന വീടിനകത്ത് ഒരു മരണപ്പന്തൽ വന്ന് കയറിയതാ. ആ വീട്ടിലാ നീ താമസിക്കുന്നേ. ദൈവം പലതിനെ ആയുസോടെ വെച്ചേക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ഒരസാധാരണമായ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ഈ രാവിലെ ദൈവത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിന് ഒന്ന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. മോനെ, സൈലന്റ് ആയിട്ട് 4 വരി പാട്ട് പാടിയേ. ഇത്ര നല്ലിടയൻ, ഉത്തമം സ്നേഹിതൻ, നിത്യരാജാവൻ, കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യരാജാവൻ, കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ. നിങ്ങളുടെ വീട് എവിടാ? കുമളിന്ന് വന്ന കൊച്ചേ, നിന്റെ പേര് പറ. ജോയൽ. കമ്മല് വേണ്ട, ഒരു തരണം. ബിജു പറ, ഒന്ന് ഊരാ സഹായിച്ചേ അവനെ. നീ ആദ്യമായിട്ടാണോ താടി കെട്ടിയിരിക്കുവോ? താടി വിഷമിക്കണ്ട മോനെ. മാലയും വേണ്ട, ഗുരുത്ത. നീ അവിടെ നോക്കണ്ട, ഇത് തിരിച്ചു തരത്തില്ല. പൊട്ടിച്ചോ. ബിജുബറിനെ കൊടുത്ത ദണ്ട. ഇന്നോട്ട് വീട്ടിൽ അടി നിൽക്കും, ബഹളമൊക്കെ നിൽക്കും. ഇവനെ ദൈവം ഏറ്റെടുക്കും. ഇവൻ ദൈവത്തിൻ്റെ ആളായിട്ട് മാറും. ഇവൻ ഒരു അത്ഭുതമായിട്ട് മാറുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഉണ്ടായി വരാൻ പോവാ. കൊച്ചേ, എത്ര നാളായി അടി ഉണ്ടാക്കിയിട്ട്? എത്ര വർഷമായി? അടി ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നില്ലേ ഹോസ്റ്റലിൽ നിന്ന്? ആ കാര്യമാണ് ചോദിക്കുന്നത്. എത്ര വർഷമായി? പിന്നെ പഠിക്കാൻ പോയില്ല. 9ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി, അല്ലയോ? ഇനിയും പഠിക്കണോ? അച്ഛനില്ല. അച്ഛൻ പോയിട്ട് എത്ര കാലമായി? 12 വർഷമായി. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ, കേട്ടോ? ഇവിടെ നിർത്തിയാര്, ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു, അവൻ റെഡിയാ.
അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും നീ ജുവനൽ ഹോമിൽ നിന്നെ അവർ അറസ്റ്റ് ചെയ്തേനെ, അതിനുള്ള പരിപാടിയെല്ലാം അവരൊരുക്കിയതാ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരുതലാ നീ ആ ഹോമിൽ പോകാതെ ഇവിടെ വന്നത്. തമ്പുരാൻ നിന്നെ സ്നേഹിക്കുക. നിന്റെ ഒരു കുഴപ്പം നിനക്ക് ഭയങ്കര വൈരാഗ്യ. ദേഷ്യം വന്നാൽ ഒറ്റയടിക്ക് ദേഷ്യം വരും, ഇല്ലയോ? സത്യം. ഇന്ന് മാറ്റിയാലോ? ഈ തള്ളയൊക്കെ നീ മുൾമുനെ നിർത്തിയിട്ടുണ്ട്, ഇല്ലയോ? ഉണ്ട്. മാതാപിതാക്കളോടൊന്നും പറയരുതെന്ന ഇന്ന് അവസാനിപ്പിക്കത്തില്ലേ? പ്രിയരെ, എന്തൊരു സന്തോഷമായി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മാറുന്ന ഒരു സന്തോഷ. എടാ, യേശുവിന് വേണ്ടി ജീവിക്കണം. ഇനിയുള്ള ആയുസ് മുഴുവൻ ഒരു ലഹരിയും നമ്മൾ ഉപയോഗിക്കത്തില്ല. അന്ന് ഇഷ്ടംപോലെ തല്ല് കിട്ടിയില്ലയോ? തല്ല് കിട്ടുകയും ചെയ്തു, തല്ല് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണോ? രാത്രി ഓടിപ്പോന്ന് അവിടുന്ന്. എന്നിട്ട് എന്നാ ഇറങ്ങി വന്നേ അവിടുന്ന്? പിന്നെ പോയില്ല. പോമോ തിരിച്ച്? എക്സാം എഴുതിക്കണോ? പരീക്ഷ എഴുതണം. 9ാം ക്ലാസ് പഠിക്കണം, 10ാം ക്ലാസ് പഠിക്കണം, +1 പഠിക്കണം, +2 പഠിക്കണം. പഠിക്കുമല്ലോ. ഇന്ന് ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് വേർതിരിച്ച് വിടും. എക്സാം പോയി എഴുതിയിട്ട് വരണം. ഉള്ള ആയുസ് ദൈവത്തിന് വേണ്ടി നിൽക്കണം. അച്ഛനെ പോലെ ആവരുത്. അച്ഛൻ്റെ രീതി ജീവിക്കല്ലോ. വീട്ടിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ആ കുമളിലെ വീട്ടിൽ ഒരു പ്രശ്നം കിടക്കുക. അത് 4ാം വേദത്തോട് ബന്ധപ്പെട്ട് കെട്ടി എഴുതി വെച്ചേക്കുന്ന ഒരാധിപത്യം ആ വീട്ടിലുണ്ട്. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അത് പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ ഇന്ന് രാവിലെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ആധരമൊന്ന് തുറന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു. കൊച്ചേ, ഇന്ന് നമ്മൾ തീരുമാനം എടുത്തുകൊണ്ട് പോന്നു. ലഹരി ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കൂ? ഇല്ല. യേശുവിന് വേണ്ടി ജീവിക്കും. അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കത്തില്ല, അടി ഉണ്ടാക്കത്തില്ല. ഇന്ന് നിർത്തും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, ഇവരുടെ അമ്മയോട് ഒരു കാര്യം പറയാം. ആരാധന 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 യേശുവിന് ആരാധന 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 രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. പ്രിയരേ, എനിക്ക് ഈ കുടുംബത്തിന്റെ സ്ഥിതി കണ്ടിട്ട് ഭയങ്കര സങ്കട. ഇവർ രക്ഷപ്പെടണമെന്ന് ദൈവം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഈ സഹോദരി, നിങ്ങളുടെ പേരെന്തുവാ? നമ്മുടെ പേരെന്തുവാ? നമ്മള് കൂലിപ്പണിയൊക്കെ എടുത്ത് ഈ പിള്ളേരെ വളർത്തുക. സ്വന്തമായിട്ടൊന്നുമില്ല. ഉണ്ടോ? വീടുണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിന്നോട് പ്രവചനം പറയുക, നിനക്ക് സ്വന്തമായിട്ടെല്ലാം ദൈവം തരും. നിന്റെ മക്കൾ 2 പേരും ദൈവത്തിന്റെ വേലക്കാരായിട്ട് മാറും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും ഈ രാവിലത്തെ പ്രാർത്ഥനയിൽ തമ്പുരാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രിയരെ, ഇവരുടെ 12 വർഷമായിട്ട് ഭർത്താവ് ഇട്ടിട്ട് പോയി. പെടാപ്പാട് പെട്ട് ഈ 12 വർഷമായിട്ട് ഭർത്താവ് ഇട്ടപ്പോൾ ഇവന് 4 വയസ്സ്.
നിങ്ങൾ കേട്ടോ, ഈ പരുവം വരെ ഈ മോനെ ആക്കി 9ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി. അവൻ ആരെ അനുസരിക്കാത്തവനാ. ഈ നിൽക്കുന്ന പാവമല്ല, ഇവൻ ആരെ അനുസരിക്കുകയല്ല. ആ ഒരവസ്ഥയാ. ഇവൻ ഈ എൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവനെ, സത്യമല്ലേ, ഞാൻ കണ്ടപ്പം. പക്ഷെ ഒരു ദൂതി ഞാൻ പറയുക, ഇവൻ ദൈവത്തിന്റെ പുസ്തകം എടുക്കും, യേശുവിന്റെ നാമത്തെ ഉയർത്തും, ദൈവത്തിന്റെ ആളായിട്ട് മാറും. അതിന്റെ പദ്ധതികൾ ഇന്ന് രാവിലെ ദൈവം അടിസ്ഥാനപ്പെട്ട് ഒരുക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന സകല ആളുകളും